പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ അഭിവൃദ്ധിക്ക് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വചനം കേൾക്കുവാൻ തക്കോണം അവരുടെ കാതുകളെയും സ്വീകരിപ്പാൻ അവരുടെ ഹൃദയങ്ങളെയും ഒരുക്കി നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100 മേനി ഫലം പുറപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനത്തെ ഘോഷിപ്പാൻ, വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് അടിയനെ നിറഞ്ഞ് വഴി നടത്തണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 16-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. 2 Samuel chapter 16 verse 12. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദാവീദിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. ആരാണ് ദാവീദ്? ദാവീദിനെ നാം പഠിക്കുമ്പോൾ, ദാവീദിൻ്റെ സവിശേഷതകൾ നാം മനസ്സിലാക്കുമ്പോൾ, ദാവീദ് വംശത്തിൽ നിന്നാണ് യേശു ജനിക്കുന്നത്. യേശുവിൻ്റെ പിതാമഹനായി ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകനാൽ അഭിഷിക്തനായവനാണ് ദാവീദ്. എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇസ്രായേൽ ജനം ആയിരിക്കുമ്പോൾ ബാലനായിരിക്കുന്ന ദാവീദ് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കുകയും അപ്രകാരം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്ന ഒരു സാഹചര്യമൊക്കെയും ദാവീദിൻ്റെ ബാല്യകാലത്ത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. മാത്രമല്ല, ദൈവത്തിൻ്റെ തന്നെ ഹൃദയമുള്ളവൻ എന്ന് ദൈവം തന്നെ ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 ശമൂവേൽ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം, ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള സാഹചര്യത്തിൽ ദൈവം ദാവീദിനെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഇന്നും ഇസ്രായേൽ ജനത ഏറ്റവും മാനിക്കുന്ന തങ്ങളുടെ ഗോത്രപിതാക്കന്മാരിൽ ഒരാളായി അബ്രാം, ഇസാക്ക്, യാക്കോബ്, അതുപോലെ തന്നെ ദാവീദിൻ്റെ ശവകുടീരവും വളരെ അവർ സൂക്ഷിക്കുകയും അത് വലിയ ആദരവ് നൽകുകയും ചെയ്യുന്നൊരു സാഹചര്യം ഏതാണ്ട് 3000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അങ്ങനെ ദാവീദ് ഇസ്രയേലിൻ്റെ ഒരു വലിയ രാജാവും ക്രൈസ്തവർക്ക് ദാവീദ് പുത്രൻ എന്ന് യേശു അറിയപ്പെടുവാൻ തക്കവണ്ണം ദാവീദിന് വലിയ സ്ഥാനവും നാം നൽകുമ്പോൾ, ദാവീദിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അത് കയറ്റവും ഇറക്കവും എന്ന് പറഞ്ഞ പോലെ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്ത് രാജകൊട്ടാരത്തിലായിരിക്കുമ്പോൾ വലിയ പാപം ചെയ്യുന്ന സാഹചര്യവും, എന്നാൽ ദൈവസന്നിധി വലിയ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ദാവീദിനെയൊക്കെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദാവീദ് രാജാവ് ആകുവാൻ ദൈവം അഭിഷേകം ചെയ്തതിന് ശേഷം അതുകൊണ്ട് നീണ്ട 15 വർഷത്തിലധികമായി കാത്തിരിക്കേണ്ടി വന്നു. ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തുവെങ്കിലും ശൗൽ രാജാവായിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്. 15 വർഷത്തിൽ ഏറെ ആ വലിയ പദവിയിലേക്ക് വരുവാൻ ക്ഷമയോടെ അവസരങ്ങൾ ലഭിച്ചിട്ടും ദൈവം പ്രവർത്തിക്കുവാൻ തക്കോണം കാത്തിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദാവീദ് രാജാവായതിനു ശേഷം തൻ്റെ രാജ്യത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 12-ാമത്തെ വചനം ദാവീദ് പറയുന്നത് നാം വായിക്കുന്നത്. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ
ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. രാജാവായി മുമ്പോട്ട് പോകുന്ന ദാവീദിന് രാജത്വം നഷ്ടപ്പെടുന്ന, രാജപദവി നഷ്ടപ്പെടുന്ന, രാജകൊട്ടാരത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് നാം ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദാവീദിൻ്റെ മകനായ അബ്ശാലോം ചതുവിൽ ഇസ്രയേലിൻ്റെ രാജാവാകുകയാണ്. ഇസ്രയേലിലെ ജനതയൊക്കെയും വശീകരിച്ച് അവൻ രാജ്യത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ദാവീദ് യെരുശലേമിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. രാജകൊട്ടാരത്തിൽ രാജപദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഒന്നുമില്ലാത്തവനായി ജീവൻ ഭയപ്പെട്ട് ഓടുന്ന, പലായനം ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എത്ര ഭയാനകമാകുന്ന ഒരു സാഹചര്യമാണ് ദാവീദിൻ്റെ മുമ്പിൽ വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 30-ാമത്തെ തിരുവചനം വായിക്കുമ്പോഴാണ്. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്നു, കരഞ്ഞുകൊണ്ടവൻ ഒലിവ് മലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. തലമൂടി എന്ന് പറയുമ്പോൾ അത്രത്തോളം അവൻ പരിഹസിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ തലമൂടിയും ചെരുപ്പിടാതെയും നടന്നു, കരഞ്ഞുകൊണ്ടവൻ ഒലിവ് മലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറിപ്പോയി. അപ്പോൾ അത്ര അപഹാസ്യനായി, രാജ്യത്വം നഷ്ടപ്പെടുക മാത്രമല്ല, സാധാരണ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ അന്ന് അല്ലെങ്കിൽ പഴയ കാലയളവിലും രാജാക്കന്മാർ അവിടെ നിന്ന് മാറുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി സുരക്ഷിതമായിട്ട് ജീവിക്കുവാനുള്ളതൊക്കെയും കരുതി വെച്ചിട്ടുണ്ടാകും. അവർക്കപ്പോൾ ആ ഒരു വലിയ രാജ്യ പദവി നഷ്ടപ്പെട്ടാൽ പോലും ജീവിതത്തിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുവാനുള്ളൊരു സാഹചര്യം മറ്റെവിടെയെങ്കിലും അവർ സൃഷ്ടിച്ചിട്ടുണ്ടാകും. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒന്നുമില്ലാത്തവനായി രാജകൊട്ടാരത്തിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് അവൻ പലായനം ചെയ്യുകയാണ്. അവൻ തലമൂടി ചെരുപ്പിടാതെ നടന്ന് കരഞ്ഞുകൊണ്ട് ഒലിവ് മല കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും, വിശ്വസ്തരായി നിൽക്കുന്ന ജനമൊക്കെയും അപ്രകാരം തലമൂടി കരഞ്ഞുകൊണ്ട് കയറിച്ചു പോകുന്നതായിട്ട് നാം വായിക്കുകയാണ്. അടുത്ത തിരുവചനം വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി, അവനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടി അവിടെ നടക്കുകയാണ്. അബ്ശാലോമിനോട് കൂടെയുള്ള ഗൂഢാലോചനക്കാരിൽ അഹിതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ, അഹിതോഫേലിൻ്റെ ആലോചനയെ പോഷത്വമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ നാം ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുകയാണ്, അഹിതോഫൽ. ദാവീദിൻ്റെ രാജ്യത്തിൽ ദാവീദിന് കൗൺസിൽ ആയിട്ട് അല്ലെങ്കിൽ ഉപദേശകനായി ഏറ്റവും വിശ്വസ്തനായി തൻ്റെ മക്കളെക്കാൾ ഉപരിയായി ദാവീദ് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അഹിതോഫൽ. അപ്പോൾ അഹിതോഫൽ എന്ത് ചെയ്തു? ഈ ദാവീദിൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അബ്ശാലോം, ദാവീദിൻ്റെ മകൻ, രാജാവായി ഭരണമേറ്റെടുക്കുവാൻ കടന്നു വന്നപ്പോൾ കൂറുമാറി അബ്ശാലോമിനോട് ചേരുകയാണ്. അത് ദാവീദിന് ഏറെ ഭാരമുണ്ടാക്കുന്നൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയാണ്. കാരണം അവൻ്റെ ഉപദേശകൻ, അവൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, അവൻ്റെ എല്ലാമായിരുന്ന ഉറ്റ സഹപാഠിയായിരുന്ന ഈ വ്യക്തിയാണ് അഹിതോഫൽ. അവൻ അബ്ശാലോമിനോടൊപ്പമായി തീർന്ന് ദാവീദിന് സഹിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. കാരണം അന്നത്തെ കാലയളവിൽ അഹിതോഫൽ പറയുന്നതൊക്കെയും ദൈവം പറയുന്നതിന് തുല്യമായി അന്ന് കണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആജ്ഞയെ അവർ കണ്ടിരുന്നു. ഓട്ടം ഏറ്റവും ജ്ഞാനിയായൊരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം തന്നെ ആ സാഹചര്യത്തിൽ ദാവീദ് രചിക്കുന്നുണ്ട്. 55-ാം സങ്കീർത്തനം ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ ദാവീദ് രചിച്ചതാണ്. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥന നാം വായിക്കുന്നു. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്, എന്നെ ശ്രദ്ധിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ എൻ്റെ സങ്കടത്തിൽ നിലവിളിക്കുന്നു. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡനം നിമിത്തവും തന്നെ അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു.
ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. താഴോട്ട് നാം വരുമ്പോൾ 12 മുതലുള്ള തിരുവചനം, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എനിക്കെതിരെ വൻപു പറഞ്ഞത് എന്നെ വെറുക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് ജനക്കൂട്ടവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവൻ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ദാവീദ് പറയുകയാണ്, അവൻ എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് ജനക്കൂട്ടവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. അപ്പോൾ അത്ര ആത്മബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഹിതോഫൽ. ഈ അഹിതോഫലാണ് കൂറുതിരിഞ്ഞ് അബ്ശാലോമിനോട് ചേർന്ന് ദാവീദിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തുടങ്ങിയത്. അത് ദാവീദിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു എന്ന് നാം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ദാവീദ് എന്താണ് ചെയ്യുന്നത്? ദാവീദിനൊരു വിശ്വാസമുണ്ട്. അവനെ വിളിച്ചതും വേർതിരിച്ചതും രാജപദവിയിലെത്തിച്ചതും ദൈവമാണ്. ആ ദൈവമാണ് അവന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, അഹിതോഫേലിൻ്റെ ആലോചനയെ പോഷത്വമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നീടുള്ള ആലോചനകൾ അബ്ശാലോമിന് നൽകുന്നത് അഹിതോഫേലാണ്. അപ്പോൾ അവൻ്റെ ആലോചനയെ പോഷത്വമാക്കി മാറ്റണമേ എന്നവൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് ഫലം കാണുന്നതായിട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. തുടർന്ന് താഴോട്ട് നാം വരുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യം, ദാവീദ് രാജാവ് ബഹൂരീമിലെത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിലെ ഗേരയുടെ മകനായ ശിമെയി എന്ന് പേരുള്ള ഒരുവൻ അവിടെ നിന്ന് പുറപ്പെട്ടു ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയും ഒക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരും എല്ലാം ഇടത്തും വലതുമായി നടക്കുകയായിരുന്നു. അപ്പോൾ ശൗലിൻ്റെ കുലത്തിൽപ്പെട്ട ഒരു വ്യക്തി ശമയി ദാവീദിനെ ശപിച്ചുകൊണ്ട് വരികയാണ്. രാജ്യത്വം നഷ്ടപ്പെട്ട് ഏറെ ദുഃഖിതനായി ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ സ്നേഹിതൻ അവനെതിരെ നിൽക്കുന്നത് കണ്ട് ഏറ്റവും മനോവ്യസനത്തോടുകൂടി തല മൂടിയും ചെരുപ്പിടാതെയും കയറിപ്പോകുന്ന ദാവീദിനെ എതിരെ പരിഹസിച്ചുകൊണ്ട് അവിടെ നാം വായിക്കുകയാണ്, കല്ലുവാരി എറിഞ്ഞ് കല്ലും എറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരികയാണ്, ശമയി. അപ്പോൾ കൂടെയുള്ളവരൊക്കെയും പറഞ്ഞു, ഇവനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവൻ്റെ ജീവൻ ഞങ്ങൾക്ക് എടുക്കാം. നീ രാജാവായിരിക്കെ നിന്നെ ശപിക്കുവാൻ തക്കോണം ഇവൻ ആരെ എന്നൊക്കെയും പറയുമ്പോൾ ദാവീദ് അത് ചെയ്യരുത് എന്നവരോട് പറയുകയാണ്. അവൻ പറയുകയാണ്, യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. അപ്പോൾ ദാവീദിന് വലിയ ബോധ്യമുണ്ട്. ദൈവവുമായിട്ടുള്ള ആ വലിയ ബന്ധം ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒന്നും അറിയാതെ ദൈവം ഒന്നും ചെയ്യുകയില്ലെന്നുള്ളൊരു വലിയ വിശ്വാസമാണ്. ആ പ്രയാസത്തിലും അവനെതിരെ പ്രവർത്തിക്കുവാൻ തുനിയാതെ ആ ശാപത്തെ അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദാവീദ് വിശ്വസിക്കുകയും അത് കൂടെയുള്ളവരെ പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമ്മോടൊപ്പം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പലരും നമ്മെ തെറ്റിദ്ധരിക്കുകയും ചെയ്യാത്ത കുറ്റത്തിന് നമ്മെ അവഹേളിക്കുകയും അല്ലെങ്കിൽ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ നമ്മുടെ ബലം നമ്മുടെ കർത്താവായിരിക്കണം. ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും നാം ചെയ്തിട്ടില്ല എങ്കിൽ ആരെന്തു പറഞ്ഞാലും, ആര് നമ്മെ പരിഹസിച്ചാലും, ആര് നമ്മെ വിമർശിച്ചാലും, ആര് നമ്മെ കല്ലെറിഞ്ഞാലും ദൈവമറിയാതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള വിശ്വാസം ദാവീദിനെ പോലെ നമുക്കുണ്ടാകണം എന്നിവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദാവീദ് ഇത്ര വലിയൊരു പദവിയിലേക്ക് വരുവാൻ കഴിഞ്ഞത് ദാവീദിൻ്റെ അനേക സ്വഭാവ ഗുണങ്ങളാണ്. ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരെയും പഴിചാരാതെ, എൻ്റെ ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കുകയില്ല, ഇവൻ ശപിച്ചാൽ ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ദാവീദിനെ അപ്രകാരം ദൈവസന്നിധിയിൽ വലിയവനാക്കി വളർത്തുവാൻ തക്കോണം മുഖാന്തരമായിത്തീരുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനമൊക്കെയും നാം വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. ദൈവവുമായിട്ടുള്ള
അവൻ്റെ ബന്ധം എത്ര വലുതായിരുന്നു. അവൻ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. അവനത് ഏറ്റുപറഞ്ഞ് അവൻ ഉപേക്ഷിച്ച് ഒരിക്കലും പിന്നീട് അത് ചെയ്തതായിട്ട് നാം വായിക്കുന്നില്ല. ആ കുറവുകൾ അവൻ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കഴിയുമ്പോൾ അതിനുള്ള ശിക്ഷ ഒരുപക്ഷെ അവന് ലഭിച്ചു കഴിഞ്ഞു. അതോടുകൂടി അവൻ്റെ ജീവിതം മാറുകയാണ്. ദൈവത്തിനു വേണ്ടി പ്രാഗൽഭ്യമുള്ളവനായി തീരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ അവൻ്റെ വിശ്വാസം അടിക്കടി വളരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കാണുകയാണ്. ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ ഭയപ്പെട്ട് രാജ്യഭരണം നടത്തുമ്പോഴും ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ അവൻ ദൈവത്തെ പഴിക്കുന്നില്ല, മറ്റാരെയും പഴിക്കുന്നില്ല. ഇതെൻ്റെ ദൈവം അറിയാതെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. എൻ്റെ ദൈവനെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്നുള്ള വിശ്വാസമാണ് ദാവീദിന് ഈ വലിയ പ്രയാസത്തിൻ്റെ നടുവിൽ, പരിഹസിക്കപ്പെടുന്ന, കല്ലെറിയുന്ന, രാജ്യത്തെ നഷ്ടപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് ഭാരത്തോട് കടന്നു പോകുമ്പോഴും തന്നെ പരിഹസിച്ചുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് വരുന്ന ശിമെയുടെ മുമ്പിൽ പ്രതികരിക്കാതെ ആ വിഷയം ദൈവസന്നിധിയിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയും. നമുക്കിത് സാധ്യമാണോ? നമ്മൾ ഇപ്രകാരമുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകും. ദൈവം അറിയുന്നില്ല എന്ന് നാം ഒരുപക്ഷെ ചിന്തിക്കും. നാം പ്രതികരിക്കും. പലപ്പോഴും ആ വിഷയം നമ്മുടെ കരങ്ങളിൽ നാം എടുക്കും. അങ്ങനെയല്ല ദാവീദ് ചെയ്തത്. ആ വിഷയം ദൈവസന്നിധിയിലേക്ക് അവൻ സമർപ്പിക്കുകയാണ്. ദൈവം ആ വിഷയം ഏറ്റെടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. താഴോട്ട് നാം വരുമ്പോൾ അഹിതോഫിൻ്റെ ആലോചനകൾ അത് വലിയ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നതായിട്ടും ദാവീദ് വീണ്ടും രാജാവായിട്ട് അവിടെ അവരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നാം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ തിരുവചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. റോമർ 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഇത് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ കാര്യമാണ്. ദാവീദ് അപ്രകാരം ജീവിച്ചൊരു വ്യക്തിയാണ്. നമുക്ക് ഇത് അവകാശപ്പെടുവാൻ കഴിയും. പക്ഷേ ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിലുള്ള വിശ്വാസത്തിലുമാണ് നാം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഈ വചനം നമ്മെ ബലപ്പെടുത്തും. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. അപ്പോൾ ഇന്നൊരു പക്ഷേ ദോഷമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ അത് നന്മയ്ക്കായിട്ട് മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. യോസഫിൻ്റെ അനുഭവം നമുക്കറിയാം. തൻ്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, അടിമയായി വിൽക്കപ്പെട്ട് മറ്റൊരു രാജ്യത്തിൽ പ്രവാസിയായി അവൻ കഴിയുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടെ അവൻ ആശ്രയം അവൻ്റെ ദൈവം മാത്രമാണ്. കാരാഗ്രഹത്തിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ വായിക്കുകയാണ്. ആ യോസഫിൻ്റെ ദൈവം, ഈ ദാവീദിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. പ്രയാസങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മെ കടത്തിവിട്ടേക്കാം. പ്രശ്നത്തിൻ്റെ താഴ്വരയിലൂടെ നാം ഒരുപക്ഷെ കടന്നുപോയേക്കാം. എല്ലാം നമുക്ക് എതിരായിരിക്കാം. സമൂഹം നമ്മെ വെറുക്കും, സ്നേഹിതർ നമ്മെ ഉപേക്ഷിക്കും, നാം കരുതിയവർ നമ്മെ കല്ലെറിഞ്ഞേക്കാം. ദാവീദിന് സംഭവിച്ചതാണ്. പക്ഷേ ദാവീദിനൊരു വിശ്വാസമുണ്ട്. അവൻ്റെ കരം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധമാണ്. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അവന് ഭയപ്പെടാനൊന്നുമില്ല. കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടാലും വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇസ്രയേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ദൈവം, അവരോധിച്ച ദൈവം അവനെ വീണ്ടും ആ വലിയ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ മതിയാകുന്ന ദൈവമാണെന്നുള്ളൊരു വലിയ വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ ഈ വചനം നമ്മെ ബലപ്പെടുത്തണം. ദൈവത്തെ ഭയന്നും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചും മുമ്പോട്ട് പോകുന്ന ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നീ സ്നേഹിച്ചവരും നീ കരുതിയവരും നിന്നെ തള്ളിക്കളയുന്ന, നിന്നെ കരുതാത്ത, നിനക്കെതിരെ കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ കല്ലെറിയുന്ന, പഴിയാരുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. സകല കാര്യങ്ങളും. അപ്പോൾ ദോഷമെന്ന് നാം കരുതുന്ന കാര്യങ്ങളും നന്മയ്ക്കായിട്ടാണ് ദൈവം അത് ഒരുക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ ഒരു വലിയ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. മറ്റുള്ളവർ പക്ഷേ
നമുക്കെതിരായി, സാഹചര്യങ്ങളെതിരായി, നാം ഒറ്റപ്പെട്ടവരായി, നാം ചെയ്തതിനൊന്നും പ്രതിഫലം നൽകുക മാത്രമല്ല, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും നമ്മെ അറിയുന്ന, ഉള്ളമൺ നാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ആ ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ വലിയ വിശ്വാസമാണ് ദാവീദിനുണ്ടായിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും, തൻ്റെ മകൻ തനിക്കെതിരായിട്ട് രാജ്യം പിടിച്ചെടുത്തിട്ടും, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ടും, ഒരു രാജ്യത്ത് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ശമയി ദാവീദിനെ ശപിക്കുകയും കല്ലെറിയുകയും ചെയ്യുമ്പോഴും വളരെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ അവൻ അത് നന്മയ്ക്കാണ് എന്ന് പറയുന്ന തിരുവചനമാണ് നാം വായിച്ചത്. 2 ശമൂവേൽ 16 12 വാക്യം. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. എത്രയോ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇവൻ ഈ വാക്ക് പറയുന്നത്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ദാവീദിന് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി കഴിയും. കാരണം അവനായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നാം ഒന്ന് പരിശോധിക്കുക. രാജ്യം നഷ്ടപ്പെടുക മാത്രമല്ല, ജീവിതത്തിലൊന്നുമില്ല. അവൻ ഭയത്തോടുകൂടി ഓടുകയാണ്. 15 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 12 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദാവീദ് യെരൂശലേമിൽ നിന്ന് പലായനം ചെയ്യുന്നു. ജീവൻ ഭയപ്പെട്ടുകൊണ്ട് അവൻ ഓടുകയാണ്. അവൻ 10 വെപ്പാട്ടിമാരെ മാത്രം രാജകൊട്ടാരത്തിലാക്കിയിട്ട് സകലതുമായി അവൻ ഓടുകയാണ്. ജീവനെ ഭയപ്പെട്ടുകൊണ്ട് അവന് ഓടി ഒളിക്കുവാൻ ഒരു സ്ഥലമില്ല, അവന് പാർക്കുവാനൊരു സ്ഥലമില്ല, ആരും അഭയം തരാത്തൊരു സാഹചര്യം, സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൻ്റെ നടുവിലാണ് അവൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, അവൻ ഉപദേഷ്ടാവായിരുന്ന അഹിത്തോഫൽ അവനെതിരായിട്ട് തിരിയുന്നത്. അത് അവനെ ഏറെ ദുഃഖിപ്പിക്കുകയാണ്. നാം 55 സങ്കീർത്തനം വായിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ അഗാധം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ ശിമെയി എന്ന ശൗലിൻ്റെ കുലത്തിലെ ഒരു വ്യക്തി, സാധാരണക്കാരനാണ്, അവൻ ശപിക്കുകയാണ്. ശപിച്ചുകൊണ്ട് ദാവീദിനെതിരെ കടന്നു വരിക മാത്രമല്ല, കല്ലുവാരി എറിയുന്നതായിട്ട് നാം കാണുകയാണ്. താഴെ നാം വീണ്ടും വായിക്കുന്നുണ്ട് 10 തിരുവചനം. അതിന് രാജാവ്, സെയ്യൂരിൻ്റെ പുത്രന്മാരെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് ആര് ചോദിക്കും? അപ്പോൾ ദൈവം സമ്മതിച്ചിട്ടാണ്, ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ്, ദൈവമാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ദാവീദിനെ നന്നായിട്ടറിയാം. പക്ഷേ ഈ സാഹചര്യത്തെ മാറ്റി, ഈ പ്രയാസത്തിൻ്റെ സാഹചര്യത്തെ മാറ്റി നന്മയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് സാധ്യമാകുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം ആണ് ദാവീദിനുണ്ടായിരുന്നത്. ദാവീദിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അവൻ്റെ ചെറുപ്പകാലം മുതൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഉണ്ടായ വിശ്വാസമാണ്. ആട്ടിടയനായിരിക്കുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, കരടിയുടെയും സിംഹത്തിൻ്റെയും വായിൽ നിന്ന് രക്ഷിച്ച ദൈവം. അത് പറഞ്ഞുകൊണ്ടാണ് മല്ലനായ ഗോലിയാത്തിനെതിരെ അവൻ കടന്നു പോകുന്നത്. ആയുധമൊന്നും അവൻ്റെ കയ്യിലില്ല, വെറും ബാലനായിരിക്കെ ഒരു കവചവുമില്ലാതെ ദൈവത്തെയാണ് നിന്ദിക്കുന്നത്. ഇസ്രായേലിനെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമാകുന്ന യഹോവയാണ് നിന്ദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് മലനായ ഗോലിയാത്തിനെ അവന് കൊല്ലുവാൻ തക്കോണം സാധ്യമാകുന്നത്. അങ്ങനെ ചെറുപ്പം മുതൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആ വലിയ ബന്ധവും അവനെ ദൈവകൃപയെ വളർത്തുകയാണ്. ജീവിതത്തിൽ തെറ്റുകൾ വന്നപ്പോൾ തെറ്റുകളെക്കുറിച്ച് അവൻ ഓർത്തനുദപിച്ച് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന സാഹചര്യം 51 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അവൻ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പാപം അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ വിലപിക്കുന്ന സങ്കീർത്തനം, അനുതാപത്തോടുകൂടി അവൻ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. പിന്നീട് അവനൊരിക്കലും ആ തെറ്റുകളിലേക്ക് അവൻ പോകുന്നില്ല. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കോണം. ദൈവത്തിനു വേണ്ടി ഏറ്റവും മനോഹരമായൊരു ദേവാലയം പണിയുവാൻ, ദൈവം വസിക്കുന്നത് അപ്രകാരം ഒരു സ്ഥലത്തായിരിക്കണം എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി അനാവശ്യമാകുന്ന കാര്യങ്ങളൊക്കെയും ഒരുക്കുന്ന ദാവീദിനെ പിൽക്കാലങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദാവീദിന് അതിന് ദൈവം അനുവദിച്ചില്ലെങ്കിലും ദാവീദിൻ്റെ മകനായ ശലോമോനിലൂടെ വിശ്വപ്രസിദ്ധമായ ആ വലിയ മനോഹരമായ ദേവാലയം പണിയുവാൻ ദൈവം സഹായിക്കുകയാണ്. കാരണം ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം, പ്രശ്നത്തിൻ്റെ താഴ്വരകളിൽ, പ്രയാസത്തിൻ്റെ താഴ്വരകളിൽ
ദൈവത്തെ മറന്ന്, ദൈവത്തെ ശപിച്ച്, അല്ലെ ദൈവത്തെ പഴിയാരി, മറ്റുള്ളവരെ പഴിയാരി പോവുകയല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. ആ പ്രശ്നത്തിൻ്റെ താഴ്വരകളിലും നമ്മെ വഴി നടത്തുന്ന, നമ്മെ അറിയുന്ന ദൈവം അത് നന്മയിലേക്ക്, നാം ചെയ്യാത്ത തെറ്റിന് നമ്മെ ശിക്ഷിക്കുമ്പോൾ, നമ്മെ പരിഹസിക്കുമ്പോൾ, നമുക്കെതിരെ കല്ലെറിയുമ്പോൾ ദാവീദിനെ പോലെ പ്രതികരിക്കാതെ ആ വിഷയം ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുവാൻ തക്കോണം നമുക്ക് കഴിയുമ്പോഴാണ് അത് അനുഗ്രഹത്തിലേക്ക് നമ്മെ വഴി നടത്തുവാൻ തക്കോണം കഴിയുന്നതെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം കഴിയും. 12-ാമത്തെ വാക്യം, പിന്നെ ദാവീദ് അബീശായിയോടും തൻ്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, ഇതാ എന്നിൽ നിന്ന് ജനിച്ച എൻ്റെ മകൻ എനിക്ക് പ്രാണഹാരി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ ഈ ബെന്യാമിനിൻ എന്ത് ചെയ്യുന്നത് ആശ്ചര്യം. അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് 13 വാക്യം, ഇങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ശിമെയും മലഞ്ചെരിവിൽ കൂടി അടുത്തു നടന്നു. അവൻ നടന്ന് ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി യോർദാനിലെത്തി അവിടെ ആശ്വസിച്ചു. അപ്പോൾ ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തിലും പ്രതികരിക്കാതെ ആ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുത്തു. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നില്ല, ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇവൻ എന്നെ ശപിക്കുന്നത്, ഇവൻ എന്നെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരെ പോലും അതിനെ പ്രേരിപ്പിക്കാതെ അവൻ കടന്നു പോകുന്നതായിട്ട് നാം കാണുകയാണ്. അവൻ കടന്നുപോയി, നാം വാണ് യോർദാനിലെത്തി അവിടെ ആശ്വസിച്ചു. തുടർന്നുള്ള തിരുവനന്തപുരത്തിലേക്ക് നാം വരുമ്പോൾ വീണ്ടും രാജപദവിയിലേക്ക് ദാവീദ് വരുന്ന വലിയ സംഭവങ്ങൾ നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദാവീദ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാകട്ടെ. ദാവീദിനെ പോലെ പ്രശ്നങ്ങളുടെ താഴ്വരകളിലും ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട്, ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.